ഫെസ്റ്റിവലിലും ഈ പടത്തിനെ കുറിച്ച് അത്യുഗ്രൻ റിവ്യൂസാണ് കേട്ടത്. ഫൈനലി തിയേറ്റേഴ്സിൽ ഇതേപോലെ, അതായത് നമ്മൾ ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്ന അതേപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം ഇത്തരം സിനിമകൾ. സോ അതിനുള്ളൊരു സ്പേസ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഡോസ് ടു ദ ടീം എൻറ്റയർലി ഇങ്ങനെ സിംഗിൾ സ്ക്രീൻ തിയേറ്റേഴ്സിൽ കിട്ടുക എന്ന് പറയും. ആൻഡ് വളരെ ബോൺ ചില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. വെരി വെൽ ടേക്കൺ, ബ്രില്യൻ പെർഫോമൻസസ്. ഞാൻ ആക്ച്വലി ഡോണോട് സംസാരിച്ചിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ ഒരു റീലിങ്ങിലാണ്. ഞാൻ പറയുമായിരുന്നു സനീതച്ചനോടൊപ്പം, ഈ സിനിമ ഈ വർഷം തുടങ്ങിയത് ആട്ടം വെച്ചിട്ടാണ്. കണ്ടിന്യൂസ്ലി പോകുമ്പോൾ നമ്മുടെ മലയാള സിനിമകളിൽ ഒന്നിലൊന്ന് മെച്ചമായിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലി എല്ലാവരും കാണണം എന്ന് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്. മലയാള സിനിമയിൽ ഇത്തരം ജെൻസ് വരുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. താങ്ക് യു. സിനിമയാണ് കുറച്ച് നമ്മളെ ഹോൾഡ് ചെയ്യുന്ന സിനിമയാണ്. എല്ലാവരും കാണും, പരമാവധി ആളുകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ്. അതുകൊണ്ട് മലയാള സിനിമയെ വേറൊരു തരത്തിൽ ക്രാഫ്റ്റ് വൈസും ഒക്കെ വേറൊരു അവസ്ഥയിൽ ടൈമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫിലിം മേക്കറാണ് ഡോൺ. ഡോണിൻ്റെ വൺ ഓഫ് ബെസ്റ്റ് സിനിമയാണ് എല്ലാവരും കാണുന്നത്. സത്യത്തിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന നല്ല 4 സിനിമകളാണല്ലോ കയറി പറഞ്ഞാൽ. അതാണ് ചോദിച്ചത്. 2024 മലയാളം സിനിമയ്ക്ക് ഭയങ്കര നല്ലൊരു എന്താ പറയുക തുടക്കം. ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഇത്ര നല്ല സിനിമകളാണ് നിറഞ്ഞ സദസ്സിലാണ്. അതുപോലെ ഫാമിലി പോലെ പാട്ടമാണ് ഞാൻ വർഷം ചെയ്താണ്. ഫാമിലി ഒരുപാട് സമൂഹത്തിൻ്റെ ഏർക്കാഴ്ചയാണ് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത്. അത് തന്നെയാണ് ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ഒരു കൺസ്ട്രക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. റിലീജിയനാണെങ്കിലും സൊസൈറ്റിയിൽ വരുന്ന ഇതിനൊക്കെ ഒരുപാട് റെലവൻ്റാണ്. ഇച്ഛാശക്തിയുള്ളൊരു കഥാപാത്രമാണ് വീണ്ടും ഡോൺ പാലത്തര ഫിലിമിലേക്ക് വലിയ ഫാനാണ്. സോ നൈസ് ടു ബി വർക്കിംഗ് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള സിനിമകൾ ഐ എം ഷുവർ മലയാളം പ്രേക്ഷകർ വളരെ ഇമ്പോർട്ടായ ടെക്നിക്കലിയും ഭയങ്കര നോളജുള്ള ഓഡിയൻസ് ഷുവർ ഓപ്ഷൻ സപ്പോർട്ടേഴ്സ് ഒരുപാട് റെലവൻ്റായ ഇന്നത്തെ കാലത്തിൻ്റെ കഥ പറയുന്ന റിയലി അതുപോലെ ഇനി നല്ല സിനിമകൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ദ ഗുഡ് ഫിലിംസ് അഗൈൻ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോണിൻ്റെ ഏതൊരു പടത്തിൽ വർക്ക് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടന്റ് വൈസ് മേക്കിംഗ് വൈസ് സമീപനം തന്നെയാണ്. അത് മാത്രമല്ല വളരെ അതിഥികളായിട്ടുള്ള ഫാമിലിയെക്കുറിച്ച്, റിലീജിയനെക്കുറിച്ച്, സൊസൈറ്റിയെക്കുറിച്ച് അത് എപ്പോഴും എന്താ പറയുക സിനിമയ്ക്കത് ഫേസ് ചെയ്യും. വളരെ കൃത്യമായിട്ട് തന്നെ ഇങ്ങനെയാണ് എല്ലാ കുട്ടീനെ എന്തെല്ലാം രീതിയിലാണ് ഒരു സിസ്റ്റമൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പോകാറുണ്ട്. അതിനകത്ത് പൊസിഷനിൽ നിൽക്കുന്നവർ എങ്ങനെയാണ് ശബ്ദമില്ലാത്തവരായി പോകാൻ വേറെ സന്തോഷത്തിലുള്ള രസം പോലെയുള്ള ക്രാഫ്റ്റില്ലേ എല്ലാം സ്റ്റിൽ ഫ്രെയിമുകളിലേക്ക് കണ്ടന്റിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള മൂവികൾക്ക് പക്ഷെ അതേസമയം മേക്കിങ്ങിൽ എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടാവും. ഒരിക്കലും ഇതിൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികൾക്ക് ഭയങ്കര പുതുമുണ്ട്. ഒന്നുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റ്. കണ്ടന്റിന് പ്രാധാന്യമുള്ള സിനിമകൾ കാണാനായിട്ട് ജനങ്ങൾക്ക് ഒരു വിമുഖതയുണ്ട്. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുള്ള സിനിമകളൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ളവരോട് ഈ സിനിമ കാണാനായിട്ട് എന്താണ് അവരുടെ? എനിക്ക് തോന്നുന്നത് അത് മാറിക്കഴിഞ്ഞു എന്നല്ല ഇപ്പം മനസ്സിലാക്കുന്നത്. കാരണം കണ്ടന്റിന് കൂടെ പ്രാധാന്യമുള്ള സിനിമകളുണ്ടെങ്കിൽ അത് ഓടുന്ന ഇന്നത്തെ അടുത്ത കാലത്ത് ഇറങ്ങുന്ന സിനിമകൾ ഒന്ന് ഫുൾ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം കണ്ടന്റ് റൊമാൻറ്റിക് ആയിട്ടുള്ള സിനിമ 3 ആളെ വെച്ച് അങ്ങനെ ആ ഒരു കളർ ടോണിലും അത്രയ്ക്ക് ട്രൈ ആയിട്ട് അത്രയ്ക്ക്
ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ ജനം അത് കാണുന്നുണ്ട്. അപ്പോൾ കണ്ടന്റിന് ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് തന്നെയാണ് കണ്ടന്റ് മേക്കിങ്ങിൻ്റെ ഇത്ര യങ്സ്റ്റേഴ്സിനൊക്കെ എന്താ എക്സ്പോഷർ നിങ്ങൾക്ക് കാണുന്ന സിനിമകളുണ്ടോ? നിങ്ങൾ എല്ലാ രാജ്യത്തെ സിനിമകൾ കണ്ടുവരുന്നവരാണ്. അപ്പോൾ നമ്മളൊക്കെ ചപ്പട ചെയ്യുന്നത് നടക്കില്ല. വെറുതെ എന്തെങ്കിലും തമാശയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സിനിമ വളരെ കളറ് വാരി കിട്ടും. അങ്ങനത്തെ സിനിമ ചെയ്യാൻ ധൈര്യപ്പെടില്ല തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇക്കാലത്ത്. കാരണം വേൾഡ് സിനിമയോടൊക്കെ എക്സ്പോഷറുള്ള മനുഷ്യരാണ്. കണ്ടന്റ് ഒരു മിസ്റ്റീരിയാണ്. ഫോം മാത്രം പോരാ. അപ്പോൾ താങ്ക് യു.